ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് പ്രസവശേഷം വേദകുളി നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എന്തെല്ലാം ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വേദകുളി സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യത്തിൽ എല്ലാവർക്കും ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പം നോർമൽ നമുക്ക് ഡെലിവറി ആയിരുന്നു, നോർമൽ വജൈനൽ ഡെലിവറി ആയിരുന്നു, ടീയർ ഒന്നും വലുതായിട്ടില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണെങ്കിൽ നമുക്കൊരു 7 ദിവസത്തിനുള്ളിൽ നമുക്ക് വേദകുളി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് സി സെക്ഷൻ ആയിരുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നു, പക്ഷേ ടീയർ കുറച്ച് അധികമുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു 15 ദിവസത്തിനുള്ളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ കൂടി 15 to 20 ഡേയ്സിനുള്ളിൽ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വേദകുളി സ്റ്റാർട്ട് ചെയ്യാം, അതിൽ വിഷയമില്ല. പിന്നെ മറ്റൊരു സംശയം എല്ലാവർക്കും ഉള്ളത്, നമുക്ക് ഈ സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ എണ്ണ തേച്ച് കുളിക്കുന്നുണ്ട് മുറിവ് പഴുക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ ഒരു തരത്തിലും നമുക്ക് പഴുക്കാൻ ചാൻസ് ഇല്ല. അപ്പം നമ്മൾ ശരിക്കും ഈ കുഴമ്പ് നമുക്ക് ഹീൽ ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുളിക്കുന്ന സമയത്ത് അവിടെ ഒന്ന് കവർ ചെയ്ത് വെക്കാം, അതല്ല എങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം ഒപ്പി നമ്മൾ എടുത്ത് മാറ്റിയാൽ മതി. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് വരില്ല. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന തൈലങ്ങൾ, പൊതുവേ നമ്മൾ ധന്വന്തരം കുഴമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചില പേഷ്യൻസിന് നമ്മൾ ധന്വന്തരം കുഴമ്പിനുമ്പോൾ നാൽപ്പാമരാതി കൊടുക്കാറുണ്ട്. ചില അമ്മമാർക്കാണെങ്കിൽ പ്രസവശേഷം നമുക്ക് പ്രത്യേകിച്ച് ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയ പുകച്ചില്, ഭയങ്കര ചൂടൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് മാത്രം നമ്മൾ ധന്വന്തരം കുഴമ്പിൻ്റെ ഒപ്പം അതേ അളവിൽ തന്നെ പിണ്ടത്തൈലം നമ്മൾ യൂസ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. ഈ ഓയിൽ പുരട്ടി കുളിക്കുന്നത് നമുക്ക് ആ ഒരു വേദകുളിയുടെ സമയത്ത് മാത്രമല്ല, അതിനുശേഷം നമുക്കൊരു ഏകദേശം ഒരു 3 മാസത്തോളം നമുക്ക് ഈ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഈ പ്രസവശേഷമുള്ള ശരീരത്തിൻ്റെ നോവും കാര്യങ്ങളും എല്ലാം തന്നെ മാറുന്നതായിരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക്